రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి चोर बाजारी അണ്ണാ ഒരു 100 രൂപ ഒരു 100 രൂപന്ന് നീ എന്തൊരു പൊട്ടാനാ ഒരു 100 രൂപന്ന് കാപ്പി എടുക്കുന്നോടെ കാപ്പി എടുക്കുന്നോടെ കാപ്പി എടുക്കുന്നോടെ അമ്മാവന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ലോ പയ്യെ പറ പയ്യെ പറ പയ്യെ പറ എന്ത് ചെയ്താലും കുറ്റം പയ്യെ പറ ദോശ ഉണ്ടാക്കിയ കുറ്റം സാമ്പാർ ഉണ്ടാക്കിയ വരെ കുറ്റം പയ്യെ പറ പയ്യെ പറ സാമ്പാർ ഉണ്ടാക്കിയ വരെ കുറ്റം ഈ സാമ്പാർ ഉണ്ടാക്കിയാൽ മതി ക്യാമറ ഉണ്ടാക്കും വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക പത്തായം കൊണ്ട് നിറയട്ടെ അമ്പേ തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. ഐ ലവ് യു മുത്തേ. ഞാനിപ്പോ വീട്ടില, നാളെ കാണാം. അത് തന്നെ എനിക്ക് അറിയേണ്ടത്. ഇതേ എന്റെ ഫോണല്ലേ, നിങ്ങളുടെ ഫോണല്ലേ? അവന്റെ ഒടുക്കത്തൊരു ടൈറ്റാനിക് ഉണ്ടാക്കി കളിക്കലി എല്ലാം മുങ്ങിപ്പോട്ടെ. 10 മണിയുള്ള ഉടുപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ പോസ് കാണിക്കണത്. മര്യാദക്ക് നടക്കണ, ഇല്ലെങ്കിൽ മനീന്ദർ സാബ് നിന്നെ എടുത്തിട്ട് അനക്കും. അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്ന ഒന്നുമില്ലേ? വാരി അടിക്കാതെ വേഗം അലക്കടോ, ബാക്കിയുള്ളവരും തുണിയും കൊണ്ട് വരണുണ്ട്. നന്നായി. അതെ, ഈ വീട്ടിൽ എത്ര കുടുംബങ്ങളുണ്ട്? 10-16 കുടുംബങ്ങളുണ്ടോ? എന്നാ പിന്നെ ഇതൊരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? വെറുതെ ഒന്നല്ലല്ലോ എന്നെ കെട്ടിയത്. എന്റെ അച്ഛൻ നിങ്ങൾ ചോദിച്ചൊക്കെ തന്നില്ലേ? നിന്റെ അച്ഛൻ എനിക്ക് എന്തിട്ടുണ്ടാക്കിനടി ഈ പറഞ്ഞ? ചോദിച്ച 10 തന്നില്ലേന്ന്. 10 രൂപ വണ്ടി കാശും 10 രൂപ ചായ കാശും. എന്നിട്ട് ഉള്ള അച്ഛൻ എന്നോട് ചോദിച്ചു ഇതിലെന്തെങ്കിലും കുറയ്ക്കാൻ പറ്റാൻ മോനെന്ന്. എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ 10 കൊണ്ട് പോവായിരുന്നു. ഞാനത് ചെയ്തില്ല. മനുഷ്യ రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి രാമായണം എഴുതിയതാരാ? ഞാനിങ്ങല്ല പോ ചുമ്മായിരുന്നു. ഞാൻ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ലേ? രാമായണം എഴുതിയതാരാണ്? ഞാനല്ല. ചിലപ്പം
അവനായിരിക്കും ഇത് എഴുതിയത്. പേടിച്ചിട്ട് പറയാതിരുന്നതാ. പഞ്ചായത്തിന്ന് പഞ്ചായത്തിന്ന് പഞ്ചാര ഇവിടെ ഇല്ല മോളെ. പഞ്ചാര അല്ല പഞ്ചായത്തിന്ന് വാർഡ് മെമ്പർ സത്യശീലം പറഞ്ഞിട്ട് വന്നതാ കൊതുകിന്റെ കാര്യം പറയാൻ. പെൻഷനോ? പെൻഷൻ കിട്ടിയിട്ടില്ല. പെൻഷൻ ഇപ്പൊ കൊറേ ആയി കിട്ടിയിട്ട്. ശരിയായിണ്ടോ? ആന ചിഹ്നം വിളിച്ച കേക്കാത്ത ആളോടാ കൊതുകിന്റെ കാര്യം പറയുന്നത്. അല്ല, ഇവിടൊക്കെ ഈ വെള്ളക്കെട്ടുണ്ടല്ലോ, അത് പാടില്ലാന്ന്. വെള്ളം കെട്ടിക്കിടന്ന മുട്ട കൊതുക് മുട്ടയിടും. മുട്ടയോ? ആ, കൊതുക് മുട്ടയിടും. പെൻഷൻ മുട്ടയായിട്ടാ കിട്ടാനോ? മുട്ടയായിട്ട് വേണ്ട, എനിക്ക് പൈസ ആയിട്ട് തന്നെ കിട്ടണം. ശരിയാവോ? ആകും. അതെ, പിന്നെ അല്ലെങ്കിൽ വേണ്ട. ഒന്നുമില്ല. ഇതിലെ ഒരൊപ്പിട്ട് തരുമോ? ഒന്ന് മതിയോ? ഒരൊപ്പ് മതി.